മലയാള സിനിമകളിൽ നിന്ന് സ്ത്രീകൾ അപ്രത്യക്ഷമാകുന്നു എന്നുള്ളൊരു ഡിസ്കോഴ്സ് ഇപ്പോൾ ഉണ്ട്. ഉണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദിസ് ഡിസ്കോഴ്സ്, ഞാൻ ഈ നമ്മൾ വഴിയൊക്കെ പോകുമ്പോൾ പോസ്റ്റേഴ്സിൽ നമ്മൾ നോക്കുമ്പോഴേ നടികൾ, ഈ ആക്ടേഴ്സ്, ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇല്ല എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അതിൽ ഈ ക്രെഡിറ്റ്സ് കൊടുക്കുന്ന ഭാഗത്തൊന്നും ഒരു സ്ത്രീകളുടെ പേര് ഓൾമോസ്റ്റ് ഇല്ലാതായ പോലെ. ഞാൻ പല പോസ്റ്റേഴ്സും നിന്ന് വായിച്ച് നോക്കിയിട്ടുണ്ട്, ഒരു സ്ത്രീയുടെ പേരെങ്കിലും ഉണ്ടോ എന്ന്. ആ ഒരു ഭയം ഐ തിങ്ക് ഇറ്റ്സ് പണ്ടും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. ഇടയ്ക്ക് ഒരു കുറച്ച് മാറ്റം ഇല്ലായിരുന്നു, ഇടയ്ക്ക് കുറച്ച് മാറ്റം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇടയ്ക്ക് ശരിയാണ്, പണ്ടൊക്കെ അങ്ങനെ തന്നെ. ഇടയ്ക്ക് കുറച്ചുകൂടെ ഈ ടെക്നിക്കൽ സൈഡുകളിലേക്ക് കുറേ കൂടെ പെൺകുട്ടികൾ വരികയും ഈ ഫോട്ടോഗ്രാഫിയിലായാലും എഡിറ്റിങ്ങിലും അങ്ങനെയൊക്കെ കുറേ സ്ത്രീ നാമങ്ങൾ കുറച്ചൊക്കെ കണ്ടിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. കേരളത്തിലുള്ള വേറൊരു പ്രത്യേകത വെച്ചാൽ ഇഷ്ടംപോലെ മെയിൽ ഓൺലി സ്പേസസ് ഉണ്ടല്ലോ, ഒരുപാട് മെയിൽ ഓൺലി സ്പേസസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ കലാകാരന്മാർ പലരും അങ്ങനത്തെ മെയിൽ ഓൺലി സ്പേസസ് നല്ലപോലെ പരിചയിച്ചവരും മെയിനായിട്ട് അതിൽ ജീവിക്കുന്നവരും ഒക്കെയാണ്. അപ്പോൾ അവരതിൻ്റെ കഥയായിരിക്കും, അപ്പോൾ അതായിരിക്കും അവർ അതിലോട്ട് ഇങ്ങനെ ഗ്രാവിറ്റേറ്റ് ചെയ്യുന്നത്. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ മെയിൽ ഓൺലി സ്പേസസിനെ പറ്റി ക്രിട്ടിക്കലായിട്ടുള്ള ഒരു നാരേറ്റീവ് ഉണ്ടാക്കുന്ന സിനിമയൊക്കെ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ബട്ട് ഈ ആ സിനിമ എടുക്കുന്നതിലൊന്നും സ്ത്രീകൾക്ക്, ആ സിനിമ എടുക്കുന്നതിൽ സ്ത്രീകളെ ഉൾക്കൊള്ളാമല്ലോ, നിങ്ങൾക്ക് ടീമിലൊന്നും ഇല്ലെങ്കിലും. അത് ഇപ്പോൾ ഒരു ക്യാമറ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു സിനിമയിൽ ഒരു സ്ത്രീ ഒരു ക്യാമറ ചെയ്താൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ചിലപ്പോൾ ഈ മെയിൽ സ്പേസസിനെ പറ്റി വേറൊരു തരത്തിലുള്ള ഒരു വിഷ്വാലിറ്റിയൊക്കെ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ചിലപ്പോൾ അവർ തന്നിരിക്കും. പക്ഷേ ആ ഒരു പോസിബിലിറ്റി ഒന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതിരിക്കും. പിന്നെ വിശ്വസിക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നതില്ലേ, എന്ന് വെച്ചാൽ അല്ല, അങ്ങനെ പേടിയാണ്. പേടി എന്തിന്നാണ് പേടി വരുന്നത് വിശ്വാസമില്ലായ്മയെന്നാണ്. അപ്പോൾ വിശ്വാസമില്ലായ്മ എന്തിന്നാണ് വരുന്നത്? നല്ല ഈക്വൽ ആയിട്ടുള്ള ഇൻ്ററാക്ഷൻ ഇല്ലായ്മ എന്നാണ്. അപ്പോൾ ആദ്യം ഈക്വൽ ആയിട്ടുള്ള ഇൻ്ററാക്ഷൻ, റെസ്പെക്റ്റും ഡിഗ്നിറ്റിയും ഗ്യാരണ്ടി ചെയ്യുന്ന തരത്തിലുള്ള ഇൻ്ററാക്ഷൻ അവർ ഉറപ്പാക്കും. അല്ല, അഞ്ജലി ഞാൻ പറയുന്നത് അഞ്ജലിയുടെയൊക്കെ ജനറേഷന് ശേഷമാണ് ഞാൻ പറയുന്നത്. അതും ഞാൻ ടോപ്പ് ലെവലിലല്ല പറയുന്നത്. ടോപ്പ് ലെവലിൽ പിന്നെ ഈ പറഞ്ഞുള്ള ഡയറക്ടോറിയലായിട്ടും അങ്ങനെയൊക്കെ കുറച്ച് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഞാൻ അതിന് ഇടയ്ക്കുള്ള ചെറിയ ലെവൽസില്ലേ, ആ ലെവൽസിലൊക്കെ ധാരാളം സ്ത്രീകൾ വേണം, എന്നാലേ ഈ സ്ട്രക്ചറിൻ്റെ അകത്ത് ഈ മനുഷ്യർ തമ്മിലുള്ള ഇൻ്ററാക്ഷൻ കുറേ കൂടെ ഈക്വൽ ആവുള്ളൂ. മുകളിലിരിക്കുന്ന ആൾക്ക് പലപ്പോഴും ഒരു ഓണററി മാസ്കുലിനിറ്റി കൽപ്പിച്ച് കിട്ടും. അവരെ ബോയ്സ് ക്ലബിൽ അംഗമാവും, അവരും മെമ്പർഷിപ്പ് കിട്ടും. അങ്ങനെ അല്ലാതെ ഇടയ്ക്കൊക്കെ ധാരാളം സ്ത്രീകൾ വരണം. അങ്ങനെ വന്നാലേ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഒരു ജെൻഡർ ഈക്വൽ കൾച്ചർ വരുള്ളൂ. അപ്പോൾ അതിനീ പറഞ്ഞ പോലെയാണ് ഇനീഷ്യലി എല്ലാവരും കൂടെ ഇരുന്ന് എങ്ങനെയായിരിക്കും നമ്മൾ ഇടപെടുന്നത്. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അതെന്താ. ഞങ്ങൾ സീരിയസിലൊരു ജെൻഡർ ട്രെയിനിങ് നടത്തും എല്ലാ ബാച്ച് വരുമ്പോഴും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വിളിച്ചിരുത്തി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റെസ്പെക്റ്റോടുകൂടി പരസ്പരം ബഹുമാനിക്കുന്ന രീതിയിൽ എന്തൊക്കെ തരം പെരുമാറ്റങ്ങളായിരിക്കാം ചിലപ്പം മറ്റൊരാൾക്ക് മോശമായിട്ട് തോന്നുക. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നമുക്കത് എങ്ങനെ, ഹൗ ക്യാൻ വി റിസോൾവ് ദാറ്റ്, ഇതൊക്കെ പറഞ്ഞ് അത് എല്ലാ സിനിമ എടുക്കുന്നതിന് മുമ്പേയും അങ്ങനൊരു സെഷൻ കണ്ടക്ട് ചെയ്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസം ബിൽഡ് ചെയ്ത് അങ്ങനെ ചെയ്താൽ എന്താ. ഇപ്പം അതുപോലെ സ്ത്രീകളോട് അവരെന്തൊക്കെയാണ് അവരെ അൺകംഫർട്ടബിൾ ആക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ you will get a sense of what women, ചില സ്ത്രീകൾക്ക് സ്റ്റെയറിങ് ഈസ് വെരി ബിഗ് സോഴ്സ് ഓഫ് ഡിസ്കംഫർട്ട് ഫോർ സം വിമൻ ഇറ്റ് മേ ബി നോട്ട്. ബട്ട് അങ്ങനെ പറയാനൊരു എനിക്ക് എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കത് എൻ്റെ ഫോക്കസിനെ അത് ബാധിക്കും എന്നൊരു സ്ത്രീ പറഞ്ഞാൽ അത്തരം ബിഹേവിയർ അവോയ്ഡ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ.